ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും അമ്പാടി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഷുഗർ കഴിക്കണം പറ്റിയൊരു സാധനമാണ് കേട്ടോ. നമ്മുടെ കൈപ്പക്ക, ചില സ്ഥലങ്ങളിൽ പാവക്ക എന്ന് പറയുന്നത്, അതുകൊണ്ടൊരു മുളക് കറിയാണ്. സിമ്പിളാണ്, കുറച്ച് സാധനം വേണ്ടുള്ളൂ, എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞാനൊരു പാവക്ക വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാം. നമുക്കപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് കിടക്കാം. എടുത്തിട്ടുള്ളത് ഒരു പാവക്കയാണ്. ആ പാവക്ക ഇതാണ്ട നേരിയതായിട്ട് മുറിച്ചെടുക്കണം. ഞാനിവിടെ കാണിക്കുന്നില്ല, അതേപോലെ ചെറുതാക്കി മുറിച്ചെടുക്കണം. പാവക്ക നല്ലവണ്ണം കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ മുറിച്ചിട്ടുള്ളത്. മുറിച്ചത് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് നന്നായി കൈകൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അതായത് പാവക്ക നമുക്ക് നല്ലവണ്ണം പിഴിഞ്ഞ് അതിൻ്റെ ഉപ്പ് വെള്ളമെല്ലാം കളയാം. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ ചെയ്യുക, എന്നിട്ട് അതും വേറെ മാറ്റി വെക്കാം. പാവക്കയെല്ലാം ഞാനിത് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ടത് പുളിയാണ്. ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വെള്ളത്തിൽ കുതിരാൻ വെക്കാം. പുളി കുതിരുമ്പോഴേക്കും നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പാവക്കില്ലേ, അത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി പോലെ ഫ്രൈ ചെയ്യണം കേട്ടോ. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഈ ഫ്രൈ ചെയ്തത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പാവക്ക മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയോട്ട് ഒരു 16 ഉണക്കമുളക് ഞാൻ വറുത്തെടുക്കുകയാണ്. നമ്മുടെ ഉണക്കമുളക് റെഡി ആയിട്ടുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇത് തണിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതാ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉണക്കമുളകില്ലെങ്കിൽ അതിന് പകരം നമ്മുടെ മുളക് പൊടി ചേർത്താൽ മതി. പക്ഷേ എരിവ് നോക്കിയിട്ട് മുളക് പൊടി ചേർത്താൽ മതി. എണ്ണയിലോട്ട് തന്നെ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ മുഴുവൻ എണ്ണ എടുത്തില്ല കേട്ടോ, കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഉണക്കമുളകില്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ പാവക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ കുതിരാൻ വെച്ച പുളിയില്ല, അത് നല്ലോണം പിഴിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇളക്കുന്ന ഈ കറിയിലോട്ട് നമുക്കൊരു കഷ്ണം വെള്ളം ഇടാം. ഞാൻ വെള്ളം ഇടുന്നത് പാവയ്ക്കായതുകൊണ്ടാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം വെള്ളം ചേർക്കും. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ചേന, വെണ്ടക്ക എല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വെക്കാം.
ഇതാ ഈ പാവക്ക മുളക് കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ പച്ചക്കറി മീനൊന്നും ഇല്ലെങ്കിൽ പച്ചക്കറീൻ്റെ കൂടെ നമുക്ക് തൊട്ട് കൂട്ടാൻ പറ്റിയ അച്ചാർ പോലെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണ് കേട്ടോ.